ഭൂതകാലത്തെ നമ്മൾ ജീവിതത്തിലെ അനുഭവങ്ങൾ, ദുരനുഭവങ്ങളെ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞ് മധുരമായ വായു ശ്വസിച്ച് ജീവിതത്തെ ആസ്വദിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. മനസ്സിലാക്കുക. നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ട പ്രവൃത്തികൾക്ക് സമാരംഭം കുറിക്കുക. അങ്ങനെ നമുക്ക് 8 വഴികൾ വേദം തുറന്ന് കാട്ടിത്തരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. 1, മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരു രൂപരേഖ തയ്യാറാക്കൂ. അതിൽ ഉറച്ചു നിൽക്കൂ. അതിനുവേണ്ട കൃത്യമായ പാഠങ്ങൾ പഠിക്കൂ. എന്താണോ പഠിക്കേണ്ടത് ഒക്കെ പഠിക്കുക. പുതിയ പുതിയ കോഴ്സുകളൊക്കെ ചേർന്ന് പഠിക്കുക. എന്നിട്ട് കൂടുതൽ മുന്നോട്ട് പോവുക. 4, എന്താണ്? കൃത്യമായ കാര്യങ്ങൾ ഓർത്തെടുത്ത് പ്രതിദിനം പ്രവർത്തിക്കൂ. പ്രതിദിനം കൃത്യമായ പദ്ധതി അനുസരിച്ച് പ്രവർത്തിക്കുക. 5, എന്താണ്? ജീവിത വിജയം നേടിയവരുടെ ഹെൽപ്പ്, സഹായം തേടുക. ഭൂതകാലത്തെ പ്രയാസങ്ങളെ വിസ്മരിക്കുക. 6, എന്താണ്? നല്ല സുഹൃത്തുക്കളെ ഉണ്ടാക്കുക. അതാണ്, നമ്മളെ സുഹൃത്തുക്കൾ നല്ലവരായിരിക്കണം. നല്ല സുഹൃത്തുക്കളെ ഉണ്ടാക്കുക. 7, ചെറുതും ദിവസവും കൈവരിക്കാവുന്നതുമായ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുക. ഇന്നത്തെ ദിവസം ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇന്നിതാ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ, ഒരു പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്തു. ഇന്ന് ഞാൻ കുറേ കാര്യങ്ങൾ, എൻ്റെ മെയിലുകളൊക്കെ ചെക്ക് ചെയ്യേണ്ടി വന്നു, പലർക്കും മറുപടി അയക്കേണ്ടതുണ്ടായിരുന്നു. അതെല്ലാം ചെയ്യുന്നു. ചെറിയ ചെറിയ ലക്ഷ്യങ്ങളാണ്, പക്ഷെ അത് രാവിലെ തന്നെ നമ്മൾ എഴുതി വെച്ചതുകൊണ്ട് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ സാധിച്ചു. 8, എന്താണ്? കൃത്യമായ നിത്യാനുഷ്ഠാനങ്ങൾ ഉണ്ടാക്കുക. രാവിലെ സന്ധ്യാവന്ദനം, അഗ്നിഹോത്രാദി യജ്ഞങ്ങൾ ഒക്കെ ചെയ്തു, ധ്യാനം പരിശീലിച്ചു. വൈകുന്നേരം ഇനി അതുണ്ട്. അതിനിടയിൽ നമ്മുടെ പ്രവൃത്തിയുടെ ഭാഗമായി വേണ്ട വേദപ്രചാരത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും.